നമസ്കാരം. പ്രധാന വാർത്തകൾ. കയ്പമംഗലം കാളമുറിയിൽ കഞ്ഞിക്കട കത്തി നശിച്ചു. തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് പിടികൂടി. തൃശൂരിൽ ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് വാദ്യക്കാരനുൾപ്പെടെ 4 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. കയ്പമംഗലം കാളമുറിയിൽ കഞ്ഞിക്കട കത്തി നശിച്ചു. കയ്പമംഗലം സ്വദേശി കിളിക്കോട്ട് സുബിത പ്രത്യൂഷ് കുമാർ നടത്തുന്ന കഞ്ഞിക്കടയാണ് കത്തി നശിച്ചത്. കാളമുറി സെന്ററിന് പടിഞ്ഞാറ് തൂമുങ്ങൽ പാലത്തിനടുത്ത് ഒരുമ എന്ന പേരിൽ 3 ദിവസം മുൻപാണ് കട തുടങ്ങിയത്. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കട പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഫർണിച്ചറുകളും പാത്രങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് അറിയുന്നത്. പുത്തൂര് ജോബിനാഥിന്റെ സ്ഥലത്താണ് കഞ്ഞിക്കട നടത്തിയിരുന്നത്. സമീപത്തെ വീട്ടിലെ CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചതാണെന്ന് സംശയമുണ്ട്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കി. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. രാവിലെയാണ് തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വീടിന് സമീപം എത്തിയത്. ഈ സമയത്ത് ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വീട്ടുടമ റിക്സൺ എക്സൈസ് സംഘത്തെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ഇതോടെ എക്സൈസ് സംഘം വീട്ടിൽ കയറി പരിശോധിച്ചപ്പോഴാണ് വലിയ പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. പ്രദേശത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണ് കഞ്ചാവെന്നാണ് നിഗമനം. റിക്സൺ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട്ടിൽ രാത്രികാലങ്ങളിൽ നിരവധി പേർ ബൈക്കുകളിൽ വന്നു പോകുന്നുണ്ടെന്ന വിവരം എക്സൈസിന് ലഭിച്ചിരുന്നതായി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. ഇപ്പോൾ ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും സമയമായതുകൊണ്ട് എല്ലാ ഉത്സവങ്ങൾ കേന്ദ്രീകരിച്ചും നമ്മുടെ ദേശ നിരീക്ഷണത്തിന് നമ്മുടെ എക്സൈസിനെ പ്രത്യേക വിഭാഗത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആയതിന്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾ കൊഴുക്കൊല്ലി ഉത്സവവുമായി ബന്ധപ്പെട്ട് ദേശ നിരീക്ഷണം നടത്തി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കേസിലേക്ക് നമ്മൾ നയിക്കപ്പെട്ടത്. ഈ പ്രതിയെക്കുറിച്ച് നമുക്ക് മുൻ വിവരം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു മുൻ കേസ് എക്സൈസിന്റെ മുൻ കേസ് ഇതേ പ്രതിയാണ്. അതുപോലെ ഈ വീട് കേന്ദ്രീകരിച്ച് രാത്രി സമയങ്ങളിൽ അപരിചിതരായിട്ടുള്ള ധാരാളം ആൾക്കാർ വന്നു പോകുന്നുണ്ടെന്നുള്ള വിവരം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരീക്ഷണം നടത്തി വരവെ നമ്മളെ കണ്ണോട്ട് ഇദ്ദേഹം വീടിന്റെ പരിസരത്ത് നിന്ന് പെട്ടെന്ന് ഓടിപ്പോവുകയും ബൈക്ക് ഉപയോഗിച്ച് ഓടിപ്പോവുകയും തുടർന്ന് നമ്മുടെ വീടും പരിസരവും മൊത്തത്തിൽ പരിശോധിച്ച പ്രാണിക്കരേതയും കഞ്ചാവിടെ സൂക്ഷിച്ചിരിക്കുന്ന വിവരം നമുക്ക് ലഭിച്ചത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് രക്ഷപ്പെട്ട റിക്സനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. റിക്സൺ നേരത്തെയും എക്സൈസിന്റെ കഞ്ചാവ് കേസിൽ പ്രതിയാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു. തൃശൂരിൽ ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് വാദ്യക്കാരനുൾപ്പെടെ 4 പേർക്ക് പരിക്ക്. കച്ചവടക്കാരുടെ സ്റ്റാളുകൾ ആന തകർത്തു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. കൈപ്പറമ്പ് പുത്തൂർ തിരുവാണിക്കാവ് അമ്പലത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഇന്ന് പുലർച്ചെ 5:30 ആന വിരണ്ടത്. ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെ ശബരിനാഥ് എന്ന ആനയാണ് ഇടഞ്ഞോടി പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ആനയുടെ പരാക്രമം കണ്ട് ഭയന്ന് ഓടുന്നതിനിടെയാണ് 4 പേർക്ക് പരിക്കേറ്റത്. വാദ്യകലാകാരൻ വെള്ളിത്തിരുത്തി സ്വദേശി ഉണ്ണിനായർ, അരിയന്നൂർ സ്വദേശി ഹരികൃഷ്ണൻ, ചൂരക്കാട്ടുകര സ്വദേശി അശ്വിൻ, പെരുങ്ങോട്ടുകര സ്വദേശി അവിനാഷ് എന്നിവരാണ് പരിക്കേറ്റവർ. ഇവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിരണ്ടോടിയ ആന പൂരപ്പറമ്പിലെ സ്റ്റാളുകൾ പലതും തിടമ്പും തകർത്തു. പൂവത്തൂർ കാക്കശ്ശേരി സ്വദേശി അഷറഫിന് 8 ലക്ഷം രൂപയുടെയും കൈപ്പറമ്പ് സ്വദേശികളായ വേലായുധനും പ്രസന്നകുമാരിക്കും 15,000 രൂപ വീതവും കേച്ചേരി സ്വദേശി ബഷീറിന് 4 ലക്ഷം രൂപയുടെയും നഷ്ടം നേരിട്ടതായി പറയുന്നു. തൃശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന നിലപാട് മയപ്പെടുത്തി TN പ്രതാപൻ MP. ഇടതുപക്ഷത്തിന് തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ടെന്നും മതം കൊണ്ടും വർഗീയത കൊണ്ടും മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും TN പ്രതാപൻ പറഞ്ഞു. അതേസമയം തൃശൂരിൽ വിലക്ക് ലംഘിച്ച പ്രതാപനായി വീണ്ടും ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു. എളവള്ളിയിലാണ് പ്രതാപന് വോട്ട് തേടിക്കൊണ്ടുള്ള ചുമരെഴുത്ത്. തൃശൂരിൽ മുഖ്യശത്രു BJP എന്ന് പ്രഖ്യാപിച്ച TN പ്രതാപൻ ഒടുവിൽ നിലപാട് മയപ്പെടുത്തി. UDFനും LDFനും തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ട്. ഇടതുപക്ഷത്തിന്റെ അടിത്തറ കാണാതെ പോകരുതെന്നും TN പ്രതാപന്റെ ഓർമ്മപ്പെടുത്തൽ. തൃശൂരിൽ LDFിന്റെ ഒരു ബേസ് ഉണ്ട്, ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. കോൺഗ്രസിനും UDFിനും ബേസ് ഉണ്ട്. പ്രധാനമന്ത്രിയുടെ വരവുണ്ട് അന്തം വിട്ടു. അയ്യോ, ഞാൻ പ്രധാനമന്ത്രിയുടെ വരവിൽ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്ന ആളാണ്. ഭയങ്കര സന്തോഷം എനിക്ക്. ഞാൻ ഇനി ആഗ്രഹിക്കുകയാണ് പ്രധാനമന്ത്രി ഒന്നുകൂടി അടിയന്തരമായി വരണം, വടക്കുന്നാഥൻ സന്ദർശിക്കണം. തേക്കിൻകാട് മൈതാനത്തിനും വടക്കുന്നാഥിനും വേണ്ടി ഞാൻ 50 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെന്റിലെ സാംസ്കാരിക വകുപ്പിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് പ്രതീക്ഷിക്കുകയാണ്.
സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുതെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച പ്രതാപന് വേണ്ടി വീണ്ടും ചുവരെഴുതി. എളവള്ളിയിലെ മതിലിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നെഴുതിയ ചുമരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട്. ചുവരെഴുത്ത് മായ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എഴുതിയവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും TN പ്രതാപൻ. തൃശ്ശൂർ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായിരുന്നു നേരത്തെ. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായി മാറി. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രവർത്തകന്മാർക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വികാരവും ആവേശവുമുണ്ട്. ഭയങ്കര ത്രില്ലിലാണ് പ്രവർത്തകർ, ആവേശത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പലയിടങ്ങളിലും നിർബന്ധമായും കർശന നിർദ്ദേശം നൽകിയിട്ടും ഈ ചുവരെഴുതുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിൽ ചുവരെഴുതിയതാണെന്ന പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സ്റ്റാൻലിയും പ്രതികരിച്ചു. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുൻപേ ചുവരെഴുത്ത് പാടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അടക്കം നിർദ്ദേശം ലംഘിച്ചാണ് തൃശൂരിൽ ചുവരെഴുത്തുകൾ തുടരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ചിന്ത്രാപ്പനിയിൽ വീടുകളിൽ സ്ഥാപിച്ചിരുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകൾ മോഷണം പോയി. ചിന്ത്രാപ്പനി ഹൈസ്കൂൾ റോഡിന് തെക്ക് ഇടശ്ശേരി വീട്ടിൽ സുഷജ, തൊട്ടടുത്ത് താമസിക്കുന്ന ഇടശ്ശേരി വീട്ടിൽ ആകാശ് എന്നിവരുടെ വീട്ടിൽ സ്ഥാപിച്ച മോട്ടോറുകളാണ് മോഷണം പോയത്. ഇന്ന് രാവിലെയാണ് മോട്ടോറുകൾ മോഷണം പോയത് വീട്ടുകാർ അറിയുന്നത്. പൈപ്പുകൾ മുറിച്ചു മാറ്റിയാണ് മോട്ടോറുകൾ കൊണ്ടുപോയിട്ടുള്ളത്. കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. കയ്പമംഗലം MLC ഇംഗ്ലീഷ് സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഗായകൻ മുഹമ്മദ് റൌമീൻ ഉദ്ഘാടനം ചെയ്തു. എന്താ പറയാന്ന് വെച്ചാല് ഇപ്പോ അതായത് സ്കൂൾ ജീവിതമാണ്. ഒരുപാട് ഓർമ്മകളും ഒരുപാട് സന്തോഷമുള്ള മൊമെന്റ്സ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ജീവിതത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ മ്യൂസിക് എന്ന കരിയറിലേക്ക് ഇറങ്ങിയത്. കൂടുതലായിട്ട് കലോത്സവം, മദ്രസ, അതേപോലെ തന്നെ കലോത്സവങ്ങൾ, മദ്രസ സംസ്ഥ, SKSF അങ്ങനത്തെ പരിപാടിയുടെ കൂടെ തന്നെയാണ് തുടർന്നത്. സ്റ്റേറ്റ് കലോത്സവം, സ്കൂൾ കലോത്സവം ഒക്കെ ആയിട്ട് തന്നെ എൻഗേജ്ഡ് ആയിരുന്നു. അങ്ങനെ തന്നെയാണ് പാട്ടിലേക്ക് ഇറങ്ങിയതും ടീച്ചേഴ്സ് അതിലേക്ക് ഇറങ്ങി സപ്പോർട്ട് ചെയ്തതും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഓരോ കുട്ടികൾക്ക് അവരുടേതായ പാഷനായിട്ട് താല്പര്യമുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. ഇപ്പോൾ ആർട്സ് ആയിരിക്കാം, സ്പോർട്സ് ആയിരിക്കാം, എന്ത് തന്നെ ആയാലും അതിലേക്കുള്ളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നായാലും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും സപ്പോർട്ട് ചെയ്യുക. മാനേജർ PS അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഞങ്ങളെ കഴിയുന്ന രൂപത്തിൽ വളരെ കുറ്റമറ്റതായി നല്ല കൂടുതൽ സൗകര്യത്തിലൂടെ കൂടുതൽ മക്കൾക്ക് ഉപകരിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ആത്മാർത്ഥമായി ഞങ്ങളുടെ ടീം ശ്രമിക്കുന്നെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ എന്തെങ്കിലും പാകപ്പിഴകളോ മറ്റുണ്ടെങ്കിൽ രക്ഷിതാക്കളെന്ന നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയും അതിനുവേണ്ട തിരുത്തലുകൾ തരേണ്ടത് നിങ്ങളാണ്. ഞങ്ങളതിന് തയ്യാറുമാണ്. നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മാനേജർ പദവിയിലേക്ക് കയറിയപ്പോൾ ഒരുപാടല്ലെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ചെയ്യാവുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്റ്റാഫ് സെക്രട്ടറി ES സജിന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ സിമി സുബൈർ, ഡയറക്ടർ അസറുദ്ദീൻ ഹുദവി, ട്രഷറർ സിദ്ദീഖ്, PTA പ്രസിഡന്റ് ഹന്നാബി, നജീബ് തങ്ങൾ, MT ഷൈനി എന്നിവർ സംസാരിച്ചു. എളനാടിന്റെയും സമീപ പ്രദേശങ്ങളിലെയും വോൾട്ടേജ് ക്ഷാമത്തിന് എളനാട് 33 kV സബ്സ്റ്റേഷൻ നിർമ്മാണത്തിലൂടെ ശാശ്വത പരിഹാരമാകുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസനം ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ. എളനാട് 33 kV സബ്സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനവും 33 kV പഴയന്നൂർ ചേലക്കര പുതിയ ലൈനിന്റെ വൈദ്യുതീകരണവും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഗ്രാമമായ എളനാടിന്റെ ആവശ്യം മനസ്സിലാക്കിയാണ് വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഇടപെടലിലൂടെ വേഗത്തിൽ സബ്സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങാൻ സാധിച്ചത്. ഇതിനായി ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യമായ 5 സെന്റ് സ്ഥലം വിട്ടു നൽകി. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനക്ഷമതയുള്ള സബ്സ്റ്റേഷനാണ് ഒരുക്കുന്നത്. എത്രയും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുത പ്രസരണ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തി പ്രസരണ രംഗത്ത് കൂടുതൽ സബ്സ്റ്റേഷനുകളും ലൈനുകളും സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. ചേലക്കര 33 kV, പഴയന്നൂർ 110 kV സബ്സ്റ്റേഷനുകളെയാണ് പ്രദേശത്തെ വൈദ്യുതി ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത്. എളനാട് 33 kV സബ്സ്റ്റേഷൻ വരുന്നതോടെ പ്രദേശത്തിന് ആവശ്യമായ വൈദ്യുതി, വോൾട്ടേജ് എന്നിവ ക്ഷാമമില്ലാതെ ലഭ്യമാക്കാനാകും.
കാർഷിക ഗ്രാമമായ എളനാടിലെയും സമീപ പ്രദേശങ്ങളിലെയും ജലസേചന പ്രശ്നങ്ങൾക്കും പുതിയ സബ്സ്റ്റേഷൻ പരിഹാരം കാണും. 4.98 കോടി രൂപ ചിലവഴിച്ചാണ് 33 kV ലൈനും 5 MVA ട്രാൻസ്ഫോമർ ഉൾപ്പെടെ 33 kV RMU സബ്സ്റ്റേഷൻ എളനാട്ടിൽ സ്ഥാപിക്കുന്നത്. പഴയന്നൂർ, ചേലക്കര, മുള്ളൂർക്കര, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തുകളിലായി 50,000 ഉപഭോക്താക്കൾക്ക് പദ്ധതി വഴി വൈദ്യുതി ഉറപ്പാക്കും. എളനാട് EK നായനാർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായി. ട്രാൻസ്മിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ K ദിനേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSCB ലിമിറ്റഡ് ട്രാൻസ്മിഷൻ ചീഫ് എഞ്ചിനീയർ S ശിവദാസ്, ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK സന്തോഷ്, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലത സാനു, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം C ശ്രീകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര സമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തലപ്പള്ളി താലൂക്കിലെ കെ സ്റ്റോറിന്റെ 3ാം ഘട്ട ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചേലക്കര പുലാക്കോട് പ്രവർത്തിക്കുന്ന 193ാം നമ്പർ റേഷൻ കടയാണ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെ സ്റ്റോറായി പ്രവർത്തനം ആരംഭിച്ചത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലിൽ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മുഖ്യാതിഥിയായി. റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വിപുലപ്പെടുത്തിയും ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയും കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന പദ്ധതിയാണ് കെ സ്റ്റോർ. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച കെ സ്റ്റോർ പദ്ധതിയുടെ 3ാം ഘട്ടത്തിൽ 195 റേഷൻ കടകൾ കൂടി കെ സ്റ്റോറുകളായി ഉയർത്തും. സാധാരണ ലഭിക്കുന്ന റേഷൻ സാധനങ്ങൾക്ക് പുറമെ ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, 5 കിലോഗ്രാം തൂക്കമുള്ള ചോട്ടു പാചകവാതക സിലിണ്ടറുകൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, MSME ഉൽപ്പന്നങ്ങൾ, യൂട്ടിലിറ്റി പേയ്മെന്റ് സേവനങ്ങൾ എന്നിവ കെ സ്റ്റോർ മുഖേന ജനങ്ങൾക്ക് ലഭ്യമാക്കും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KR മായ, തലപ്പള്ളി സപ്ലൈ ഓഫീസർ KP ഷഫീർ, റേഷനിംഗ് ഇൻസ്പെക്ടർ S സരിത, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സപ്ലൈ ഓഫീസ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1982 SSLC ബാച്ച് സെറ്റ് കൂട്ടം കുടുംബസംഗമം നടത്തി. സഹപാഠി കൂടിയായ CP സാലിഹിന്റെ വലപ്പാടുള്ള തറവാട്ടിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വലപ്പാട് ഹൈസ്കൂളിലെ മുൻ പ്രധാനാധ്യാപകൻ K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. എന്നെന്നും ഓർമ്മിക്കാവുന്ന, സായുജ്യ വണങ്ങാവുന്ന ഒരു സുദിനമാണ് ഇന്ന്. കാരണം 82 ബാച്ചിലെ എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഇവിടെയുള്ളത്. 1962 മുതൽ
ഞാൻ വെളപ്പാട് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു. അന്ന് 3500 കുട്ടികളും 105 അനാധ്യാപകന്മാരും അടങ്ങുന്ന ഒരു വലിയ എന്താ പറയുക സമൂഹം വെളപ്പാട് ഹൈസ്കൂളിലുണ്ടായിരുന്നു. ഇക്കോവാസിന്റെ ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറായി നിയമിതനായ CP സാലിഹിനെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. അതിനൊരു ലീഡറായിട്ട് ഹെഡ്മാസ്റ്ററായിട്ട് നമ്മുടെ ഹരി എപ്പോഴും അത് ഫോളോ ചെയ്ത് എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെയൊക്കെ മരണം വരെ അടുത്ത തലമുറയും ഇത് തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പുരസ്കാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു പുരസ്കാരം, ഈ ഒരു പുരസ്കാരം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നമ്മുടെ സഹപാഠികളും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും കൂടി തന്ന ഈ പുരസ്കാരത്തിന് എന്നും എൻ്റെ ഓർമ്മയിലുണ്ടാവും. ഇതെന്നും മറക്കാനാവാത്തൊരു പുരസ്കാരമായിരിക്കും. ഷട്ടിൽ കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. വാടാനപ്പള്ളി ആൽമാവിന് സമീപം നെല്ലിശ്ശേരി വിൻസെന്റിന്റെ മകൻ 38 വയസ്സുള്ള റിൻസോ ആണ് മരിച്ചത്. സെന്റ് സേവിയേഴ്സ് പള്ളിമുറ്റത്ത് ഷട്ടിൽ കളിക്കുന്നതിനിടെ ബുധനാഴ്ച രാത്രി 7:30 കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. റിൻസോയും കുടുംബവും കുവൈറ്റിലായിരുന്നു. 3 ആഴ്ച മുമ്പാണ് നാട്ടിൽ വന്നത്. മാതാവ് കൊച്ചുമേരി, ഭാര്യ ജീതു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം കാളമുറിയിൽ കഞ്ഞിക്കട കത്തി നശിച്ചു. തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് പിടികൂടി. തൃശൂരിൽ ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് വാദ്യക്കാരനുൾപ്പെടെ 4 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.